ഇസ്രയേലിന് എയ്പാക്ക് ഉള്ളതുപോലെ ഇന്ത്യക്കാർക്ക് ആരുണ്ടടാ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. അതായത് എയ്പാക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, അമേരിക്കയിലുള്ള ഒരു സംഘടനയാണ്. അവർ എന്തിനാണ് നിലനിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള പോളിസീസും ഇസ്രയേലിന് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയുടെ ഉള്ളിലുള്ള പൊളിറ്റീഷ്യന്മാർക്കും ലോ മേക്കേഴ്സിനും ഗവൺമെൻറ്റിലുള്ള എല്ലാവർക്കും ചുമ്മാ ഇങ്ങനെ പൈസ കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ എന്തിനാണ് വേറൊരു രാജ്യത്തിലുള്ള ആൾക്കാർ ഈ അമേരിക്കൻ ഗവൺമെൻറ്റിലുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എയ്പാക്കിനെ ചൊല്ലിയിട്ട് ഇപ്പോൾ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻസ് ആരാണ്, ഇന്ത്യ എന്നുള്ള സംഘടന ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരം ആണ് പുതിയൊരു റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. ആരാന്ന് നോക്കാം. അവസാനം RSSകാർ വേണ്ടി വന്നു, അങ്ങ് അമേരിക്കയിൽ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി ലോബി ചെയ്ത് എയ്പാക്കിനെയൊക്കെ തോൽപ്പിച്ചിട്ട് ഈ വലിയൊരു സംഘടനയായിട്ട് മാറാൻ വേണ്ടിയിട്ട് പ്രിസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീഡിയ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീംസാണ് ഇപ്പോൾ ഇത് പുറത്ത് വിട്ടിരിക്കുന്നത്. ഈ ന്യൂസ് ഒന്നും ആരും കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനെ അടി കൂടെ അങ്ങോട്ട് പോയി. ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ RSSകാർ സ്ക്വയർ പാറ്റേൺ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുഎസിലുള്ള ഒരു ലോബിയിങ് ടീമിന് പൈസ കൊടുത്ത് അവരുടെ സർവീസ് വാങ്ങി എന്നാണ് ഇപ്പോൾ വാർത്ത. അത് ഒഫീഷ്യലാണ് പുറത്ത് വന്നിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഒരു പൈസ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ലോബിങ്ങിന് തന്നെയാണ്. RSSൻ്റെ പോളിസീസ് അവർ അമേരിക്കക്കാർ എന്തെങ്കിലും അതിന് ഒപ്പോസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻ്റർമീഡിയേറ്ററി പോലെ SPB എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏജൻസിനെ അവർ ഹയർ ചെയ്തിരിക്കുകയാണ്. 3 തവണകളിലായിട്ട് മൊത്തം $330,000 ഈ SBB എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏജൻസിയിലേക്ക് RSSകാർ കൊടുത്തു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഈ 3 ലക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു 3 കോടി രൂപേൻ്റെ അടുത്തായിട്ട് വരും. അതായത് ഈ ലോബിങ് ഒക്കെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നത് അവിടെ വ്യക്തമായിട്ട് അവരുടെ ആ ഒരു സൈറ്റിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. RSSകാർ ഇത്ര രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർ RSSകാർ ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവിടെ സംഭവങ്ങളുണ്ട് അല്ലേ. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എയ്പാക്കൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ അപ്പുറമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്വയർ പാറ്റേൺ ബോക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഏജൻസിയില്ലേ, അവർ തന്നെയാണ് ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട്, ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാന് വേണ്ടിയിട്ട് ഈ അമേരിക്കയിൽ പോയിട്ട് ലോബി ചെയ്യുന്നത്. അവരുടെ ഏജൻറ്റും ഈ SPB എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിയാണ്. RSSൻ്റെയും സെയിം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് വേറൊരു ഏജൻസിയിലെങ്കിലും നോക്കിക്കൂടെ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്.